ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഓണത്തിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ് കേട്ടോ. ഒരുപാട് നൈറ്റീസും പിന്നെ ചുരിദാർ തയ്ക്കാനുള്ള ഒരുപാട് തുണികളും ഷേപ്പ് ചെയ്യാനുള്ളതും അങ്ങനെ കുറേ തുണികൾ കിട്ടിയിട്ടുണ്ട് ഓണത്തിന്. അപ്പോൾ ഇതൊരു നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരോ തവണ ഇങ്ങനെ ഓരോന്ന് തയ്ക്കാൻ വേണ്ടി കിട്ടുമ്പോൾ ഓരോന്നിൻ്റെ മോഡലൊക്കെ നോക്കി വയ്ക്കും. എങ്ങനെയുണ്ട്, എങ്ങനെയാണ് മെറ്റീരിയൽസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കും. അപ്പോൾ ഈ ഒരു നൈറ്റി ഒരു ചേച്ചി തന്നതാണ് കേട്ടോ. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു നൈറ്റിയുടെ ഡിസൈൻ. പിന്നെ ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു നൈറ്റി കൂടെ ഇതിൻ്റെ നെക്ക് ഡിസൈൻ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നെക്ക് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികവും ഈ മാക്സിയൊക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ കിട്ടാറ്. അത് നമ്മൾ വീട്ടമ്മമാർ മാക്സി ഉപേക്ഷിക്കുന്ന ടൈമില്ലല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് അധികവും മാക്സി കിട്ടാറുണ്ട്. ഡെയിലി എന്തായാലും ഒരു 2 എണ്ണമെങ്കിലും കിട്ടും അങ്ങനെ. അപ്പോൾ അതുപോലെ ഈ ഒരു നൈറ്റി ഈ ഒരു ബ്ലാക്കിൽ എനിക്ക് ഈ ഒരു നൈറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലുമാണ്. അപ്പോൾ ഈ ഒരു നൈറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ നെക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതൊരു ഗ്രീനാണ്, അതും കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെ വെട്ടി ചെറുതാക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കഴുത്ത് ചെറുതാക്കുക, കഴുത്ത് വലുതാക്കുക, കൂടുതലായിട്ട് ഷേപ്പ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. കാരണം കുറച്ച് വണ്ണമുള്ള ആളുകളാണ്. അപ്പോൾ പിന്നെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഗ്രീൻ നൈറ്റി എന്ന് പറയുന്നത്. കോട്ടൺ നൈറ്റിയാണ്. കാണാൻ കുഴപ്പമില്ല, നല്ല രസം തന്നെ ഉണ്ട്. നല്ല തൊട്ട് നോക്കുമ്പോഴൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല കോട്ടൺ നൈറ്റിയാണിത്. അപ്പോൾ ഇനി ഇത്രയും നൈറ്റീസാണ് കിട്ടിയുള്ളൂ. പിന്നെ കുറച്ച് നൈറ്റി ഞാൻ തയ്ച്ച് വെച്ചു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാണ്ട് ഇനി കിട്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഇതൊക്കെ തയ്ക്കാനുള്ളത് തന്നെയാണ്. ഇത് വന്നിട്ടൊരു ഉടുപ്പ് തയ്ക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഈ വൈറ്റിലൊരു വയലറ്റ് പൂക്കളായിട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കുഞ്ഞു പൂക്കളായിട്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള മെറ്റീരിയൽസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് കൊണ്ട് ഒരു ഉടുപ്പ് തയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചുരിദാറാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഷിഫോണിൽ വരുന്നതാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽ. പിന്നെ ഇത് ചുരിദാർ തയ്ക്കാനുള്ളതാണ് കേട്ടോ. ചുരിദാറും അതിൻ്റെ പാൻറ്റും കൂടെ തയ്ക്കാനുള്ളത്. പിന്നെ അവർ പറഞ്ഞു ചുരിദാറിൻ്റെ പാൻറ്റ് തയ്ക്കേണ്ട, അതുകൊണ്ടും കൂടി ഒരു ടോപ്പ് തയ്ച്ചോളാൻ. അപ്പോൾ ഇത് മീഷോന്ന് മേടിച്ചതെന്നാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ബ്ലൗസ് തയ്ക്കാനാണ് കേട്ടോ. ബ്ലൗസ് തയ്ക്കാനാണ് കൂടുതൽ. കാരണം ഓണം വന്ന പട്ടുപാവാട, ധാവണി, സെറ്റുമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സ്പെഷ്യൽ ഡ്രസ്സുകൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് തയ്ക്കാനുള്ളൊരു മെറ്റീരിയലാണിത്. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ടുള്ളതിന് ചുരിദാർ തയ്ക്കാനുള്ളതൊക്കെയാണ്. പിന്നെ ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയലും കൂടി ഇട്ടാൽ ഇതും ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതും കുഴപ്പമില്ല കേട്ടോ. ഇതും ലൈനിങ് ഉണ്ട്. ലൈനിങ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ഇനി ഓണമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം കൂടി ഞാൻ തയ്ക്കുമോ എന്നുള്ളതാണ്. കാരണം എനിക്ക് ചില സമയങ്ങളിൽ ഒരു മടി വരാറുണ്ട്. എന്നിരുന്നാലും ഓണമാകുമ്പോഴത്തേക്കും നമ്മൾ തയ്ച്ചു കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതൊരു ചുരിദാർ മെറ്റീരിയലാട്ടോ. ചുരിദാറും പാൻറ്റും ഷാളും എല്ലാം കൂടിയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ്. കുഴപ്പമില്ല, കോട്ടൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ഒക്കെ ലൈനിങ് മാറ്റി വെച്ചിരിക്കുകയാണ്, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ചുരിദാർ ഷേപ്പ് ചെയ്യാനുള്ളതാട്ടോ. ഇത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇത് മീഷോന്ന് എടുത്തതാണ് ഇത്ര. കാരണം നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ക്രീപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ, ഇതും ക്രീപ്പ് തന്നെയാണ്. ഇതും ഷേപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ഇത് ഓപ്പൺ ഇല്ലാത്തതാണ്, അതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ശരിയാക്കിയെടുക്കാം. പിന്നെ ഇതൊരു പ്ലെയിൻ വൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അവർക്ക് ഒരു പലാസോ പാൻറ്റും അതിലേക്ക് ഒരു ടോപ്പും കൂടി കുഞ്ഞു കുട്ടിക്കുള്ളതാണ്. അപ്പോൾ പിന്നെ അതിലെന്തെങ്കിലും ഒരു എംബ്രോയ്ഡറി ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്യണം. പിന്നെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു പട്ടുപാവാട കേട്ടോ. പട്ടുപാവാട ഇല്ലാത്ത എന്ത് ഓണമല്ലേ. അപ്പോൾ ഇതൊരു ഒരു മോഡലായിട്ടുണ്ട് ഈ ഒരു പട്ടുപാവാടയുടെ മെറ്റീരിയൽ. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ബോഡിയിൽ ഫുള്ള് ഫ്ലവേഴ്സായിട്ട് ഇതേപോലെ ഒരു പിങ്ക് ബ്ലൗസ് തന്നെയാണ് ഇതിന് വരുന്നത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ പട്ടുപാവാടയുടെ. ഒന്നുകിൽ ഇങ്ങനെ കസവ് കര കൊടുത്തിട്ട് പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കൃഷ്ണൻ്റെ ആലില അങ്ങനെയൊക്കെ ഓരോ മ്യൂറൽ പെയിൻറ്റ്സ് ഒക്കെ അല്ലേ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് അതിലേക്ക് വരുന്ന ബ്ലൗസ് ഇട്ട്, ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഈ ഒരു ബ്ലൗസ്. എന്നൊരു കുഞ്ഞു കുട്ടിക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു പട്ടുപാവാട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഇനി വരുന്നത് ഒരു ചുരിദാറാണ് കേട്ടോ. ഇതാ ചുരിദാറിൻ്റെ ഷാളാണ്, നെറ്റ് ഷാളാണ് വരുന്നത്. പിന്നെ ഇതൊരു ഷെൽ വർക്കൊക്കെ വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ ഒരു ഷെൽ വർക്കൊക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ചുരിദാർ തയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നല്ല രസമുണ്ട്, കാരണം ഇത് ഷെൽ വർക്ക് ആയതുകൊണ്ട് തന്നെ വലിയ പണിയില്ല. സ്റ്റോൺസൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ സൂചി പൊട്ടലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുക. ഇത് ഫുള്ള് ഷെല്ലാണ്, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചുരിദാർ തയ്ക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നെറ്റാണ് ഇതിലേക്കുള്ള ഷാൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഷാളിലും ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ കൊടുക്കാണ്ട് കുറച്ച് സ്റ്റോൺസൊക്കെ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഓണത്തിന് കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ച് ഷേപ്പ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാം കൂടി എടുത്തിട്ട് ഇതാക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിട്ടില്ല. അപ്പോൾ എനിക്ക് മാക്സി ഞാൻ ആദ്യം അങ്ങ് ഷേപ്പ് ചെയ്താക്കിയാൽ വിചാരിച്ചു, കാരണം ഇത് അധികം പണിയില്ലാത്തൊരു കാര്യമാണ്. കാരണം ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക, അങ്ങനെ കട്ട് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ ഈ മാക്സിയുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കാൻ. കാരണം ഇനിയിപ്പോൾ എക്സാമൊക്കെ ആയി തുടങ്ങിയില്ലേ. അപ്പം ഞാൻ വെച്ചു ഇനി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ കഴിയണമെന്ന് അത്രയും അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇനി ഞാൻ മേടിക്കണില്ല കേട്ടോ, കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു ദിവസം കൊണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യലൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ എനിക്ക് പഠിക്കാനും മോളെ പഠിപ്പിക്കാനും വീട്ടിലെ പണികളെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റിച്ചിങ്ങിനായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നൈറ്റി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ നൈറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചില നൈറ്റീസൊക്കെ തയ്ക്കാൻ വേണ്ടി കിട്ടുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനൊരു നൈറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒന്നും കിട്ടാറില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല ഭംഗിയുള്ള നൈറ്റീസൊക്കെ ചില സമയത്ത് കിട്ടും, നല്ല മെറ്റീരിയലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് നൈറ്റി എന്നുള്ളതൊരു വികാരമാണല്ലോ. ഇപ്പം നൈറ്റീസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പാക്കാക്കുക, കൊടുക്കുക, ഇനി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.